കരയിലും വെള്ളത്തിലും ഓടുന്ന വണ്ടി. അത് നമ്മൾ ഇതിനു മുമ്പ് പലതവണ കണ്ടിട്ടുണ്ട്. ഇന്ത്യൻ ആർമിയിൽ ഉൾപ്പെടെ അത്ര നിരവധി വണ്ടികളുണ്ട്. കോടിക്കണക്കിന് രൂപ മുടക്കി ഇത്തരം വണ്ടികൾ വളരെ അഭിമാനത്തോടു കൂടി തന്നെയാണ് നമ്മുടെ ഇന്ത്യൻ ആർമിയും സർക്കാരും ഉയർത്തിപ്പിടിക്കുന്നത്. എന്നാൽ വളരെ കുറഞ്ഞ ചിലവിൽ ഇത്തരം ഒരു വണ്ടി ഉണ്ടാക്കിയിരിക്കുകയാണ് കാലടി സ്വദേശിയായ ജെയിൻ രാജ്. ജെയിൻ രാജിൻ്റെ വണ്ടിയുടെയും വിശേഷങ്ങളിലേക്ക്. ചെറുപ്പം മുതലേ ടെക്നോളജിയോടും വണ്ടികളോടുമുള്ള അടങ്ങാത്ത ഭ്രാന്താണ് ജെയിൻ രാജിന്. എഞ്ചിനീയറിംഗുമായി യാതൊരുവിധ ബന്ധവുമില്ല. പല ക്ലാസ്സുകളിൽ തോറ്റു ഒടുവിൽ 10ാം ക്ലാസ്സിൽ വെച്ച് പഠനം അവസാനിപ്പിച്ച ശേഷമാണ് വണ്ടിപ്പണിക്കിറങ്ങിയത്. എന്നാൽ അതിൽ മാത്രം ഒതുങ്ങാൻ ജെയിൻ രാജ് ഒരുക്കമല്ലായിരുന്നു. അവിടെ തുടങ്ങി ജെയിൻ രാജിൻ്റെ ജൈത്രയാത്രയും. അങ്ങനെ അവസാനമായി ജെയിൻ രാജ് ഉണ്ടാക്കിയതാണ് കരയിലും വെള്ളത്തിലും ഓടുന്ന വണ്ടി. മാരുതി ഒമ്നി വാനിലാണ് ജെയിൻ രാജിൻ്റെ ഈ പരീക്ഷണം. ആദ്യമായി കാറിൻ്റെ ഭാരം കുറച്ചു. സീറ്റുകൾ പ്ലാസ്റ്റിക്കാക്കി, ടയറുകൾ ടില്ലറിൻ്റേതാക്കി, അടിഭാഗം സ്റ്റീലാക്കി, ഡോറുകൾ ഉൾപ്പെടെ കാർ പൂർണ്ണമായി വാട്ടർ പ്രൂഫാക്കി, എൻജിൻ മാറ്റി മാരുതി സെൻ കാറിൻ്റേതാക്കി. HP എൻജിൻ, 6.5 HP പ്രൊപ്പല്ലർ ഉപയോഗിച്ചാണ് കാർ പ്രവർത്തിപ്പിക്കുന്നത്. പ്രൊപ്പല്ലറിൻ്റെ സ്ഥാനത്ത് ഇനി ജെറ്റ് പമ്പ് ഘടിപ്പിക്കും. ഇതോടെ പ്രകടനം മെച്ചപ്പെടും. ഫോർ വീലർ ഡ്രൈവ് ആക്കാനും സൗകര്യമുണ്ട്. 2018 പ്രളയത്തിൽ പുഴയോര ഗ്രാമമായ പാറപ്പുറത്തെ ജനങ്ങൾ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഏറെ കഷ്ടപ്പെട്ടു. അപ്പോഴാണ് വെള്ളത്തിലോടാവുന്ന കാർ എന്ന ആശയം ജെയിൻ രാജിൻ്റെ മനസ്സിലുദിച്ചത്. എന്നാൽ ഇത്തരം പരീക്ഷണങ്ങളിൽ മുഴുകുമ്പോൾ ഇവന് ഇത് എന്ത് പറ്റി എന്ന അതിശയമായിരുന്നു വീട്ടുകാർക്ക്. പിന്നീട് ജെയിൻ രാജിൻ്റെ ആശയങ്ങൾ പ്രാവർത്തികമാകുന്നത് കണ്ടതോടെ ആദ്യം അത്ഭുതവും പിന്നീട് സന്തോഷവുമായി. ടെക്നോളജി ആയിട്ട് മോന് ഇതുപോലെ തന്നെ പല കാര്യങ്ങളും ഒരുപാട് പൈസകൾ ഇതുപോലെ തന്നെ പല കാര്യങ്ങൾക്കും ചിലവ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മളൊക്കെ അത് ആദ്യം കാണുമ്പോൾ അത് എന്താ ഇപ്പോൾ ചെയ്യണമെന്നുള്ളൊരു തോന്നൽ വരാറുണ്ട്. ഇപ്പോൾ പ്രാവർത്തികമായിപ്പോൾ വളരെ സന്തോഷം. എന്താ പറയുക, ഒരു ഭയങ്കര ടെക്നോളജി ആയിട്ട് പോയപ്പോഴേക്ക് ഭയങ്കര തലയാണ്. അതിനകത്ത് നല്ല രീതിയിൽ വരും. അത് പ്രധാനമന്ത്രി ഇത് കാണാൻ ഇടയായിട്ട് എന്ന് തന്നെ ഞാൻ സന്തോഷിക്കണേ. കാരണം വെച്ചാൽ കണ്ടു കഴിഞ്ഞാൽ അത് പിള്ളേക്ക് ഒരു പ്രചോദനമായിട്ട് കിട്ടും എന്നുള്ളതാണ്. കാണാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഉണ്ടാക്കിയ കാറിന് ഇതുവരെ 85,000-ഓളം രൂപയാണ് ചിലവ് വന്നത്. ഇനിയും ഇത് വളരെ മികച്ചതാക്കാൻ സാധിക്കുമെന്നാണ് ജെയിൻ രാജ് പറയുന്നത്. തുടങ്ങാനുള്ള കാരണം നമ്മൾ വണ്ടിയോട് ഭയങ്കര ക്രേസാണ്. പിന്നെ നമ്മൾ പ്രളയം വന്നപ്പോൾ അപ്പോഴൊരു കരയിലും വെള്ളത്തിൽ ഓടുന്ന ഒരു വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ടല്ലോ. അങ്ങനെ ഒരു പ്രചോദനം വന്നു. പിന്നെ നമുക്ക് ട്രാവലിങ്ങിനോട് അതിയായ ആഗ്രഹമുണ്ട്. അപ്പോൾ അങ്ങനെ ഏത് ടെറയിലും ഓടുന്ന വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയും പോകാമല്ലോ. അങ്ങനെ ഇതിനോട് പടി തുടങ്ങിയതാണ്. അതും പ്രൊഫഷണലായിട്ട് നമുക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ ഇച്ചിരി എക്സ്പെൻസ് കൂടും. കാരണം ഇത് ഹൈഡ്രോളിക്കലി ഇതിൻ്റെ ടയറൊക്കെ മുകളിലേക്ക് പൊക്കി വെക്കുന്ന രീതിയിലാക്കാം, ജെറ്റ് വെക്കണം, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്താൽ റേറ്റ് കൂടും. എന്നാലും കൂടി വന്ന മാക്സിമം ഒരു 3 രൂപ തീരാവുന്നുള്ളൂ. കാരണം നമ്മൾ ടയർ മുകളിലേക്ക് പൊക്കി വെച്ചാൽ ഇതിന് ആ പെർഫോമൻസ് കിട്ടുള്ളൂ. വെള്ളത്തിൽ കൂടെ നമ്മൾ വെള്ളത്തിൽ കൂടെ ഓടുമ്പോൾ ഈ ടയറിനും കൂടി വലിച്ചുകൊണ്ട് പോലെ അപ്പോൾ ഒരു സ്പീഡ് കുറയും. ഇപ്പം നമ്മൾ 65 HP സെന്നിൻ്റെ എഞ്ചിനെ വെച്ചാണ് ഒമിനിയിൽ, തൽക്കാലം 6 HP പ്രൊപ്പല്ലർ വെച്ചാണ്. അപ്പോൾ നമ്മളൊരു ജെറ്റ് വയ്ക്കുമ്പോൾ പെർഫോമൻസ് കൂടും. ജെറ്റ് കിട്ടിയിട്ടുണ്ട്, അപ്പോൾ അതൊന്നും സെറ്റ് ചെയ്യാൻ വേണം. ലൈസൻസും കാര്യങ്ങളൊക്കെ ശരിക്കും വേണം. അതുകൊണ്ട് നമ്മൾ റോട്ടിൽ ഓടിക്കുമ്പോൾ കെട്ടി വലിച്ചു കൊണ്ടുപോകണേ. വെള്ളത്തിൽ ഓടിക്കുന്നതിനും ഇതിനൊക്കെ നമ്മൾ പേപ്പറിന് അപ്ലൈ ചെയ്യാൻ വേണം. നിയമപരമായിട്ട് അതൊക്കെ വേണം. നിയമപരമായി നമ്മളെല്ലാം ചെയ്യണമല്ലോ. ടെക്നിക്കലുള്ള നമുക്ക് കാര്യമായി ഒന്നും പഠിച്ചിട്ടില്ല. പിന്നെ നമ്മളിങ്ങനെ ഓരോ ചെയ്തിട്ടുള്ള ഇതുള്ളൂ. പിന്നെ വണ്ടി സംബന്ധമായി ചെറുപ്പം പോലും വണ്ടിയുടെ പരിപാടിയാണ് നമുക്ക്. അങ്ങനെ ഇപ്പം ആർക്കായാലും ചെയ്യാവുന്നുള്ളൂ. ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ ശരിയാവില്ല, രണ്ടാമത് ചെയ്യുമ്പോൾ കുറച്ച് ശരിയാവും, മൂന്നാമത് പ്രാവശ്യം ചെയ്യുമ്പോൾ എന്തായാലും ഏകദേശമാവും. ഇതിൻ്റെ ഭാഗമായി വണ്ടിയിൽ പ്രൊപ്പല്ലറിന് പകരം വിദേശ രാജ്യങ്ങളിൽ കാണുന്ന വാട്ടർ സ്കൂട്ടറുകളിൽ ഉപയോഗിക്കുന്ന ജെറ്റ് എഞ്ചിൻ ഘടിപ്പിക്കും. ഷാസി, ചേസ് എന്നിവ ഉയർത്തി വീണ്ടും വണ്ടി പൊളിച്ചു പണിയാനാണ് ജെയിനിൻ്റെ തീരുമാനം.
അതിനായി 1.5 ലക്ഷത്തോളം രൂപ ചിലവ് വരും. മാത്രമല്ല അന്തർവാഹിനി, ഹെലികോപ്റ്റർ എന്നിവയെല്ലാം ജെയിനിൻ്റെ മനസ്സിലുള്ള ആശയങ്ങളാണ്. ജെയിനിൻ്റെ വാർത്ത കണ്ട കാലടി സ്വദേശി ബേബി ജെറ്റ് എഞ്ചിൻ കൂടി സൗജന്യമായി നൽകിയതോടെ ഉടൻ തന്നെ വണ്ടിയിൽ ജെറ്റ് എഞ്ചിൻ ഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ജെയിൻ. അപ്പോൾ ഇതാണ് നമ്മുടെ വാട്ടർ ജെറ്റ് എന്ന് പറഞ്ഞ സംഭവം. അപ്പോൾ ഇത് നമ്മൾ എഞ്ചിനിലേക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്യും. ഈ ഡ്രൈവ് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ മൗത്ത് ഇങ്ങനെ വെക്കണം വണ്ടിയിൽ, ഇത് ഔട്ട് പുറത്തേക്ക്. അപ്പോൾ നമ്മൾ ഇതിലത് കറക്കം വേണ്ട, അതിൻ്റെ ഉള്ളിൽ ഇമ്പലർ എന്ന് കറങ്ങാണ്ട്. ഈ ഇമ്പലർ ഇത് വെള്ളം ഇതിൽ വലിച്ചിട്ട് ഇതിലെ വെള്ളം കറങ്ങിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിൽ റൊട്ടേറ്റ് ചെയ്ത് വെള്ളം സ്ട്രൈറ്റ് ആവും. അപ്പോൾ ഹൈ പ്രഷറിൽ വെള്ളത്തിലേക്ക് തള്ളുമ്പോൾ നല്ല സ്പീഡിൽ പോകും. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം നമുക്ക് ഒരുപാട് വെള്ളം വേണ്ട, കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ തന്നെ ഒരു 10 ഇഞ്ച് ഒരു 7 ഇഞ്ച് വെള്ളം ഉണ്ടെങ്കിലും നമുക്ക് ഇതിൽ നല്ല സ്പീഡിൽ പോകാൻ പറ്റും. പിന്നെ ഇതിൻ്റെ കൺട്രോളർ തന്നെ ഇവിടെയാണ്. അപ്പോൾ ഈ കൺട്രോളർ ഇങ്ങനെ തിരിക്കാം നമുക്ക്. അപ്പോൾ ഈ കൺട്രോളർ സ്റ്റിയറിംഗിൽ കൊടുത്ത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ എളുപ്പമുണ്ട്. പിന്നെ ഇതുമ്പോൾ തന്നെ ബ്രേക്കിംഗ് ആക്കാൻ പറ്റും, റിവേഴ്സ് ആക്കാൻ പറ്റും. ഇതിൻ്റെ മൗത്ത് 2 തിരിച്ച് ഇങ്ങനെ വന്നാൽ 2 രീതിയിലേക്ക് ഇങ്ങോട്ടേക്ക് ആക്കുമ്പോൾ ഈ വെള്ളം ഇവിടെ തട്ടി ഇങ്ങോട്ട് തിരിയും, ബാക്കിലേക്ക് അടിക്കും. അപ്പോൾ നമുക്ക് റിവേഴ്സ് പോകാം. റിവേഴ്സ് ഗിയറിന് പകരം ഇതാണ് ഇതിൻ്റെ റിവേഴ്സ്. അപ്പോൾ ഇതിൻ്റെ ബ്രേക്ക് തിരിച്ച് ഇത് ക്ലോസ് ചെയ്താൽ സാധനം നിൽക്കും. അപ്പോൾ ഇത് വെള്ളം റിട്ടേൺ അടിക്കുമ്പോൾ റിവേഴ്സ് വെള്ളം റിട്ടേൺ വരുമ്പോൾ നിൽക്കും. അതാണ് ഇതിൻ്റെ സ്റ്റോപ്പർ. ഇത് നമ്മുടെ നമ്മുടെ വീഡിയോ കണ്ടിട്ടേ നമ്മുടെ ഒരു കാലടി സ്വദേശി ബേബി ജോസഫ് എന്ന അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹം നമുക്ക് തന്നതാണ് ഫിറ്റ് ചെയ്യാൻ വേണ്ടി, സൗജന്യമായിട്ട് തന്നതാണ്. ഇത് അന്വേഷിച്ച് ഞാൻ കുറേ നടന്നു. ഗോവയിൽ പോയി, ദുബായിലെ ഫ്രണ്ട്സിനെ വിളിച്ചു ചോദിച്ചു. അപ്പോൾ ആർക്കും ഇത് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ അത് എന്താ സംഭവം. ജെറ്റ് എന്ന് പറയുമ്പോൾ ഏത് ജെറ്റാ, മറ്റേ വിമാനത്തിൽ വിളിക്കുന്ന ജെറ്റാണെന്നൊക്കെ ചോദിക്കണേ. അപ്പോൾ അങ്ങനെ നമുക്ക് കിട്ടി. അപ്പോൾ ഇത് വെച്ച് കഴിയുമ്പോൾ നമുക്ക് പെർഫോമൻസ് കൂട്ടാൻ പറ്റും. ഇതിന് എത്ര രൂപ വരുന്നത്? ഇതിന് പുതിയ നല്ല വില വരും, കൃത്യമായ വില പറയില്ല, എന്തായാലും 1 രൂപ മേലെ വരും. വില വരും. കാരണം ഇത് അലൂമിനിയം പൊടി, ഇത് അദ്ദേഹം തന്നെ ഉണ്ടാക്കിയതാണ്. പക്ഷേ ഇതിൻ്റെ അലൈൻമെൻറ്റ് കറക്റ്റാണ്. ഇത് സ്റ്റീലാണ്, കുറച്ച് ഭാഗം മാത്രമേ ഫൈബർ ഉള്ളൂ, ബാക്കി സ്റ്റീലാണ്. സാധാരണ ഈ ജെറ്റ് സാധാരണ ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇത് നമ്മൾ വാട്ടർ സ്കൂട്ടറില്ലേ, നമ്മൾ വെള്ളത്തിക്കടെ സ്കൂട്ടർ പോലെ പോണ ഹൈ സ്പീഡിൽ പോലുള്ള അതിന് തന്നെ ഈ സാധനം, അതാണ് അത്ര പെർഫോമൻസ് കിട്ടണത്. പിന്നെ രണ്ടാമത് നമ്മൾ വിദേശ രാജ്യങ്ങളിൽ വലിയ ബോട്ടുകൾക്കൊക്കെ ഇതുപോലത്തെ വലിയ ജെറ്റുകൾ വെക്കുന്നുണ്ട്. ഡബിൾ എഞ്ചിൻ വെച്ചിരിക്കണത്, കടലിൽ പോണ വണ്ടികൾക്ക് ഭയങ്കര സ്പീഡിൽ പോകും. അപ്പോൾ തിരമലകളെ ചാടിച്ച് ക്രോസ് ചെയ്തൊക്കെ അടിപൊളിയാണ്. അപ്പോൾ ഇതാണ് ആ വാട്ടർ ജെറ്റിൻ്റെ സംഭവം. അതുകൊണ്ടാണ് അത്ര പെർഫോമൻസ് അതിന്. എഞ്ചിൻ്റെ പവർ വേണം കേട്ടോ. ഇത് 65 HP എഞ്ചിൻ ആയതുകൊണ്ട് ഇത് ലോഡ് എടുക്കും, കുഴപ്പമില്ല. പഠനത്തിൽ മോശമായപ്പോൾ മറ്റെന്തെങ്കിലും രംഗത്ത് മികവ് തെളിയിക്കണമെന്ന വാശിയോടെ 18-ാം വയസ്സിൽ സ്വയപ്രയത്നമായി രംഗത്തിറങ്ങിയതാണ് ജെയിൻ രാജ്. ആദ്യം മണൽ ലോറി ഓടിച്ചു, തുടർന്ന് മണ്ണുമന്തി യന്ത്രം ഡ്രൈവറായി. ഇപ്പോൾ 3 JCB, 3 ഹിറ്റാച്ചി, 1 ടിപ്പർ, കാറുകൾ എന്നിവ ഉൾപ്പെടെ 10 വാഹനങ്ങൾ സ്വന്തമായുണ്ട്. അമ്മ സുമയാണ് എല്ലാത്തിനും പ്രചോദനം. അമ്മയുടെ പേരാണ് വാഹനത്തിന് നൽകിയത്. കാർ കരയിലും വെള്ളത്തിലും ഓടിക്കുന്നതിനുള്ള നിയമ നടപടികൾ പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണ് ജെയിൻ രാജ്. ഭാര്യ ആര്യ, മക്കൾ ആര്യൻ, ആദിത്യൻ, പിതാവ് രാജൻ അടുത്തിടെയാണ് മരിച്ചത്. എന്തായാലും വളരെ മികച്ച ഒരു ആശയം തന്നെയായിരുന്നു ഇത്. ഇത്തരം പുതിയ സംരംഭങ്ങൾ ഉണ്ടാക്കാൻ ഇനിയും ജെയിൻ രാജിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ക്യാമറ പേഴ്സൺ നിതിൻ ചന്ദ്രനൊപ്പം മാർട്ടിൻ ജോസഫ്, യു ടോക്ക്.